الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ കിടക്കുകയാണ്. മദീന പള്ളിക്കരികിലുള്ള ആയിഷ ബീവിയുടെ അറയിലാണ്. രാത്രി സമയമാണ്. നമ്മുടെ ഉമ്മ തന്നെയാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് നേരമൊന്നും ആയിഷ ബീവിയുടെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിട്ടില്ല. ആയിഷ ബീവി ഉറങ്ങി എന്ന് തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ എഴുന്നേറ്റു. വഅഖദ റിദാഅഹു റുവൈദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ തട്ടം പതുക്കെ എടുത്തു. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, ആയിഷ ബീവിയെ ശല്യപ്പെടുത്താതെ തട്ടം ധരിച്ചു. അങ്ങനെ നബി വളരെ സാവകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പുകൾ ധരിച്ചു. വളരെ സാവകാശം ആ മുറിയുടെ വാതിൽ തുറന്നു. എന്നിട്ട് പതുക്കെ ആ വാതിൽ ചാരിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തിറങ്ങിപ്പോയി. ആയിഷ ബീവി ഉറങ്ങിയിട്ടില്ല, ഉറങ്ങിയ പോലെ കിടക്കാൻ. ആയിഷ ബീവിക്ക് ടെൻഷനായി, നബി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? കാരണം എനിക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ദിവസമാണത്. അപ്പൊ ആ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ആയിഷ ബീവിക്ക് ബേജാറായി. നമ്മുടെ ഉമ്മ പെട്ടെന്ന് ധൃതിയിൽ വസ്ത്രമൊക്കെ മാറ്റി, ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമാണ്, ആ കുപ്പായൊക്കെ മാറ്റി ശരീരമൊക്കെ മുഴുവൻ മറച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ഇറങ്ങി നടക്കാൻ. നബി അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ പോയത് ബഖീയിലേക്കാണ്. മദീനയിലേക്കൊക്കെ പോയ ആൾക്കാര് ബഖീഉൽ ഗർഖദ് കണ്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് അനുചരന്മാരെ മറവ് ചെയ്തിട്ടുള്ള ഖബർസ്ഥാനാണത്. അവിടെ നിന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. സുദീർഘമായ നേരം നബി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞപ്പോ ആയിഷ ബീവി പെട്ടെന്ന് തിരിയാണ്. നബി അറിയാതെ നബിയെ ഫോളോ ചെയ്തതാണല്ലോ. അപ്പൊ നബി കാണാതിരിക്കാൻ ആയിഷ ബീവി പെട്ടെന്ന് തിരിഞ്ഞു. രാത്രിയുടെ ഇരുട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ ഒരു കറുത്ത രൂപം കണ്ടു. ആരാണ് എന്താണെന്നൊന്നും നബിക്ക് മനസ്സിലായില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വേഗത കൂട്ടി. ഫഅസ്റഅതു, നടത്തത്തിന് വേഗത കൂട്ടി. ആയിഷ ബീവി പറയാണ്, ഞാനും കുറച്ചും കൂടി വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പിന്നെ ആ നടത്തം പതുക്കെയുള്ള ഒരു ഓട്ടായിട്ട് മാറി. ആയിഷ ബീവി ഓടാൻ തുടങ്ങി. പിന്നെ അത് കിതച്ചുകൊണ്ടുള്ള ഓട്ടായി. അങ്ങനെ ഒരുവിധം ഓടി കഴിച്ചിലായി. ആയിഷ ബീവി റൂമിൽ കയറി വിരിപ്പിൽ കിടക്കലും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലേക്ക് കയറലും ഒപ്പാൻ. ആയിഷ ബീവി നന്നായിട്ട് കിതക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലകി യാ ആയിഷു. ആ നബിന്റെ ആ വിളി നമ്മൾ നോക്കുക. ആയിഷ എന്ത് പറ്റി? ആയിഷ ബീവി ഒന്നും അറിയാത്ത മട്ടില് അള്ളാഹുന്റെ റസൂൽ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന നിലക്ക് ആയിഷ ബീവി കിടക്കാൻ. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാതെ കിടക്കുന്നുണ്ടല്ലോ, ലതുഖ്ബിരിന്നി, ഒന്നിരിക്കൽ നീ എനിക്ക് വിവരം അറിയിച്ചു തരിക. ഔ ലയുഖ്ബിറന്നി അൽ ലതീഫുൽ ഖബീർ, അല്ലെങ്കിൽ അൽ ലതീഫുൽ ഖബീറായ എല്ലാം അറിയുന്ന റബ്ബ് എനിക്ക് വിവരം അറിയിച്ചു തരും. ആയിഷ ബീവിക്ക് പിന്നെ വേറെ നിവർത്തിയൊന്നുമില്ല. ആയിഷ ബീവി ആ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. അള്ളാഹുന്റെ റസൂലെ, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ ഈ സമയത്ത് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോ എനിക്ക് ടെൻഷനായി, അപ്പൊ ഞാൻ നിങ്ങളെ പിന്നാലെ കൂടിയതാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുത്തു കൊടുത്തു, നെഞ്ചത്തൊരു കുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ, നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹും അള്ളാഹുന്റെ റസൂലും നിന്നെ പറ്റിക്കുമെന്ന്, നിന്നോട് വഞ്ചന കാണിക്കുമെന്ന്, അന്യായം കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചൊരു ദിവസം ഞാൻ വേറെ ആളത്തേക്ക് പോവോ? എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ എന്റെ അടുക്കൽ വന്നിരുന്നു. നീ വസ്ത്രം അഴിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന നേരാണ്. അപ്പൊ ആ അവസ്ഥയിൽ ഉള്ളിലേക്ക് കയറാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കൂട്ടാക്കിയില്ല. അദ്ദേഹം വളരെ സ്വകാര്യമായിട്ട് എന്നെ വിളിച്ചു. ഞാനും വളരെ സ്വകാര്യമായിട്ട് ആ വിളിക്ക് ഉത്തരം കൊടുത്തു. നിന്റെ ഉറക്കം കെടുത്തണ്ട എന്ന് കരുതിയിട്ടാണ് നിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. എന്നോട് പറഞ്ഞത്, അള്ളാഹുന്റെ റസൂലെ, അള്ളാഹു നിങ്ങളോട് ബഖീലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഫഅസ്തഗ്ഫിറ ലക്കും, ആ ബഖീൽ കിടക്കുന്ന സഹാബിമാർക്ക് വേണ്ടി, നബിയുടെ അനുചരന്മാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രി ഞാൻ ബഖീലേക്ക് പോയത് എന്നാണ്. നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണിത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഗതി, രാത്രി എല്ലാവരും വിശ്രമിക്കുന്ന സമയത്തും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ബഖീലേക്ക് പോകാനും പ്രിയപ്പെട്ട അനുചരന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടാനും കൽപ്പിക്കുകയാണ്. സുദീർഘമായ നേരം അവിടെ നിന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ആ രാത്രിയുടെ സമയത്തും റെസ്റ്റ് എടുക്കേണ്ട നേരത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമത്തിലായിരുന്നില്ല. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയിലായിരുന്നു. നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുക. അള്ളാഹു നമ്മുടെ ഒക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. നന്മകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോട് ഉണ്ടായിരുന്ന സ്നേഹം, നബിയുടെ അനുചരന്മാരോട് ഉണ്ടായിരുന്ന സ്നേഹമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരുപാട് നേരം അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൈകളും ഉയർത്തിയിട്ട് രാത്രി സമയത്ത് പ്രാർത്ഥിച്ചു. രാത്രി സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒന്നാണ്. അത് രാത്രിയിലും പറ്റും, പകലിലും പറ്റും. രാവിലെ മാത്രമേ ഖബർ സന്ദർശിക്കാൻ പാടുള്ളൂ, രാത്രി പാടില്ല എന്നൊന്നുമില്ല. പേടിയൊന്നുമില്ല എങ്കിൽ ഒരാൾക്ക് രാത്രിയും പോയിട്ട് എന്ത് ചെയ്യാം, ഖബർ സന്ദർശിക്കാം. അതിന് വിരോധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഖബർ സന്ദർശിച്ചിട്ടുണ്ട്. അതിനൊരു സ്പെഷ്യൽ ദിവസമൊന്നുമില്ല. ചില ആൾക്കാർ വെള്ളിയാഴ്ചകളിലാണ് ഖബറുകൾ സന്ദർശിക്കാറുള്ളത്. വെള്ളിയാഴ്ച ഖബറുകൾ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും പുണ്യമുണ്ട്, അതിനൊരു സ്പെഷ്യൽ കൂലിയുണ്ട്. അന്ന് ഖബർ സന്ദർശിക്കൽ സുന്നത്താണെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പെരുന്നാളിന്റെ ദിവസം പ്രത്യേകമായിട്ട്, ഈദിന്റെ ദിവസം ചില ആൾക്കാര് ഖബറുകൾ സന്ദർശിക്കും. അതിനൊരു പ്രത്യേകത ഒന്നുമില്ല. ഒരാൾക്ക് ഒഴിവ് കിട്ടിയത് വെള്ളിയാഴ്ചയാണ്, അപ്പൊ മുപ്പര് വെള്ളിയാഴ്ച പോയിട്ട് ഖബർ സന്ദർശിച്ചു, പ്രശ്നമല്ല. ഒരാൾക്ക് സമയം കിട്ടിയത്, ഒഴിവ് കിട്ടിയത് പെരുന്നാളിന്റെ ദിവസമാണ്, അപ്പൊ പെരുന്നാളിന്റെ ദിവസം ഖബർ സന്ദർശിച്ചു, വിഷയമല്ല. എന്നാൽ ആ ദിവസങ്ങളിൽ സന്ദർശിക്കൽ ഒരു പ്രത്യേകതയുണ്ട്, അതിന് പ്രത്യേകം കൂലിയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എങ്കിൽ അത് പ്രശ്നമാണ്, അത് ബിദ്അത്തായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ആയിഷ ബീവിയോട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന സ്നേഹം, അല്ലെ, ഞാന് എന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവാൻ, അപ്പൊ എന്റെ പ്രിയപ്പെട്ടവളുടെ ഉറക്കം നഷ്ടപ്പെടണ്ട, ആ ഒരു കരുതല് നമുക്ക് ഈ സംഭവത്തിൽ
കാണാൻ പറ്റും. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദൃശ്യം അറിയില്ല എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ സംഭവം. കാരണം രാത്രിയുടെ ഇരുട്ടിൽ നബിയുടെ മുമ്പിൽ കണ്ട ആ കറുത്ത രൂപം അത് ആയിഷയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായിട്ടില്ല. നബി തിരിച്ചെത്തിയിട്ട് ആയിഷ ബീവി സംഭവം പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, അപ്പൊ ആയിഷ, എന്റെ മുമ്പിൽ കണ്ട ആ കറുത്ത രൂപം നീ ആയിരുന്നോ? അതേ റസൂലെ, ഞാനായിരുന്നു അത് എന്ന് ആയിഷ ബീവി പറയുമ്പോഴാണ് അത് ആയിഷ ബീവി ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് രാത്രി നേരത്ത് മുമ്പിൽ കണ്ട കറുത്ത രൂപം ആരാണ് എന്ന് പോലും അറിയാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയിട്ടില്ല. പിന്നെ എങ്ങനെ നബി മരിച്ചതിന് ശേഷം ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും നബി അറിയാം? ഇതിന് എത്ര ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ മദീന പള്ളിയില് നിസ്കാരം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ചെരുപ്പ് ധരിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. ചെരുപ്പ് ധരിച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളതും നബിന്റെ ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാര് ചെരുപ്പ് ധരിക്കാറില്ല അവരുടെ നിസ്കാരങ്ങളുടെ സമയത്ത്, നിങ്ങൾ അവരോട് എതിരാവുക. അപ്പൊ ഇടക്കൊക്കെ ചെരുപ്പ് ധരിച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. നമ്മളെ കാർപ്പറ്റുള്ള പള്ളിയിൽ ചെരുപ്പിട്ട് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കാൻ പറ്റിയ ഇടങ്ങളിൽ നമ്മൾ ചെരുപ്പ് ധരിച്ച് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി അങ്ങനെ ചെരുപ്പ് ധരിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിസ്കാരം നടക്കുന്നതിനിടയിൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ ചെരുപ്പുകൾ അഴിച്ച് ഇടതുഭാഗത്തേക്ക് മാറ്റി വെക്കാൻ. അപ്പൊ സഹാബിമാർ ഈ കാഴ്ച കണ്ടു. അവരാദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിനിടയിൽ ചെരുപ്പ് ഊരി വെക്കുന്ന ഒരു ഏർപ്പാട് ആദ്യമായിട്ട് കാണാൻ. പക്ഷെ സഹാബിമാർ എന്താ ചെയ്തത്? ഓരെല്ലാവരും അവരുടെ ചെരുപ്പുകൾ അഴിച്ചിട്ട് ഓരോ ഭാഗങ്ങളിലേക്ക് മാറ്റിവെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, മാ ഹമലക്കും അലാ ഇൽഖാഇ നിആലിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ചെരുപ്പുകൾ അഴിച്ചു വെച്ചത്? നിസ്കാരം കഴിഞ്ഞ നബി നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറയുന്നുണ്ട്, ഖലഅത ഫഖലഅന, അള്ളാഹുന്റെ റസൂൽ നിങ്ങള് ചെരുപ്പ് അഴിച്ചു വെച്ചു, അതുകൊണ്ട് നമ്മളും ചെരുപ്പ് അഴിച്ചു വെച്ചു. അതാണ് സഹാബിമാർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നിരുന്നു, ഞാൻ ധരിച്ചിട്ടുള്ള ചെരുപ്പിൽ നജസുണ്ട് എന്ന് ജിബ്രീൽ അറിയിച്ചു, അതുകൊണ്ടാണ് ആ ചെരുപ്പ് ഞാൻ അഴിച്ചു വെച്ചത്. നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചിട്ടുള്ള ചെരുപ്പിൽ നജസ് ഉണ്ട് എന്ന വിവരം അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ അറിയിച്ചു കൊടുക്കുമ്പോഴാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നത്. അപ്പൊ നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി ധരിച്ച ചെരുപ്പിൽ എന്താ ഉള്ളതെന്ന് പോലും തിരിച്ചറിയാൻ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ നബി മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ കാര്യങ്ങളും അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയില്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും അത് അറിയാൻ പറ്റും? അഷ്റഫുൽ ഖൽഖല്ലേ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ആ നബിനെക്കാളും ശ്രേഷ്ഠനായ വേറൊരു സൃഷ്ടി ഇല്ല. അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാതെ രാത്രി ഇബാദത്തുകളിൽ മുഴുകിയതിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. നമ്മളൊക്കെ ഇപ്പോ സുദീർഘമായ രാത്രികളിലൂടെയാണ് കടന്നു പോകുന്നത്. 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെയാണ് രാത്രിയുടെ സമയം. അപ്പൊ ആ രാത്രിയുടെ സമയം ഇശാസ്കാരം കഴിഞ്ഞിട്ട് തന്നെ ഈ 8 മണിക്കൂർ 9 മണിക്കൂർ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ടും നമ്മള് ഫജറിന് പള്ളിയിൽ എത്തുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്രമിക്കാനുള്ള സമയം നമ്മുടെ ഖബറിലാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആലയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മതാ യജിദുൽ അബ്ദുർ റാഹ, ഒരു അടിമയ്ക്ക് എപ്പോഴാണ് വിശ്രമിക്കാൻ കഴിയുക? ഇമാം അഹ്മദിന്റെ മറുപടി, ഇൻദ അവ്വലി ഖദമിൻ യദഉഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അവന്റെ ഒന്നാമത്തെ കാൽപാദം എടുത്തു വെക്കുമ്പോഴെന്നാണ്. നമ്മൾ ഇന്നലകളുടെ ചരിത്രം വായിക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ആവേശവും എനർജിയും കിട്ടും. നബിയുടെയും സഹാബിമാരുടെയും ഹിസ്റ്ററിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 300 ആളുകളുള്ള ഒരു സൈന്യത്തെ നിയോഗിച്ചു. സരിയത്തു സൈഫിൽ ബഹർ എന്ന പേരിലാണ് ആ സൈന്യം അറിയപ്പെടുന്നത്. ഓരോരുടെ യാത്ര തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിന് വിഭവമായിട്ട് ഭക്ഷണമായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്കയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് ലീഡർ.
അബൂ ഉബൈദ ആദ്യത്തെ ദിവസമൊക്കെ ഒന്നിലധികം ഈത്തപ്പഴം കാരക്ക സൈന്യത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നു. പിന്നെ ആ ഈത്തപ്പഴം തീർന്നു പോകുന്നത് കണ്ടപ്പോ ഓരോ കാരക്ക വെച്ചിട്ടാണ് പിന്നെ കൊടുക്കുന്നത്. ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ജാബിർ റളിയല്ലാഹുവിനോട് ഈ സംഭവം കേൾക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കൈഫ കുൻതും തസ്നഊൻ, ആ ഒരു കാരക്ക കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാ? ആ ഒരു കാരക്ക കൊണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം വിശപ്പടക്കാന്ന് പറഞ്ഞാൽ അത് എത്ര റിസ്ക് ഉള്ള കാര്യം എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നമുസ്സുഹാ കമാ യമുസ്സു സബിയ്യു, ഒരു ചെറിയ കുട്ടി ഉമ്മയുടെ പാല് കുടിക്കുന്നത് പോലെ ആ കാരക്ക ഞങ്ങൾ വായിൽ വെച്ചിട്ട് അലിയിക്കും. ഫനശ്റബു അലൈഹാ മിനൽ മാ, എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ആ ദിവസങ്ങളിൽ പട്ടിണി അനുഭവിച്ചിരുന്നത്, വിശപ്പ് അനുഭവിച്ചിരുന്നത്. ആ സൈന്യം പിന്നീട് മുന്നോട്ട് പോകുന്നു. അവരൊരു കടൽ തീരത്തെത്തുന്നു. ആ കടൽ തീരത്ത് വെച്ചിട്ട് അവർക്ക് വലിയൊരു മത്സ്യത്തെ കിട്ടി, ഒരു വലിയ അമ്പർ തിമിംഗലം. അത് കരയിലേക്ക് അടിഞ്ഞിട്ടുണ്ട്. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതിപ്പോ നമ്മളങ്ങനെ കഴിക്കുക, ഇത് മയ്യിത്താണല്ലോ, ശവമാണല്ലോ, ശവം തിന്നാൻ പറ്റൂലല്ലോ. അപ്പൊ അന്ന് വല്ലാഹു അലം സഹാബിമാർക്ക് കടലിലെ ശവം തിന്നാമെന്ന വിധി അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്നിട്ട് അബൂ ഉബൈദ തന്നെ പറയുന്നുണ്ട്, നമ്മൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാരാണ്. ഇപ്പൊ വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്, അതുകൊണ്ട് നമുക്ക് ഇത് അനുവദനീയമാകും. അങ്ങനെ അവര് ആ തിമിംഗലത്തെ കഴിച്ചു. ഒരു മാസം ആ തിമിംഗലം കൊണ്ടാണ് അവര് അവരുടെ വിശപ്പടക്കുന്നത്. ഒരു മാസം ഈ 300 ആൾക്കാർ കഴിച്ചിട്ടും ആ തിമിംഗലം തീർന്നിട്ടില്ല. അപ്പൊ ആ മീനിന്റെ വലിപ്പത്രയായിരിക്കും എന്നുള്ളത് നമ്മള് ചിന്തിക്കുക. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് അതിന്റെ കണ്ണിന്റെ ഹോളിലേക്ക് 13 സൈനികരെ ഇറക്കിയിരുത്തിനാൻ. ആ തിമിംഗലത്തിന്റെ കണ്ണിന്റെ ഹോളിലേക്ക് 13 സൈനികരെ ഇറക്കിയിരുത്തി. അത്രക്കും വലിപ്പമുണ്ട് അതിന്. അതിന്റെ വാരിയിൽ അവര് കുത്തനെ നാട്ടിവെച്ചു. അതിന്റെ ചുവട്ടിലൂടെ വലിയൊരു ഒട്ടകത്തെയും ആ ഒട്ടകപ്പുറത്ത് നീളം കൂടി ഒരാളെയും അവര് നടത്തി നോക്കി. അത്രക്കും വലിയ മത്സ്യമാണ് കടലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അവരതൊക്കെ കഴിച്ചു. ബാക്കിയുള്ള ഇറച്ചി അവര് ഉണക്കി മദീനയിലേക്ക് മടങ്ങി. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നിട്ടുള്ള റിസ്കാൻ, ഹുവ റിസ്കുൻ അഖ്റജഹു അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പുറത്തെടുത്തിട്ടുള്ള റിസ്കാണ്, അത് ഉപജീവനമാണത്. അപ്പൊ അത് കഴിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, അത് നിങ്ങൾക്ക് അനുവദനീയാണ്. നിങ്ങൾ എന്തെങ്കിലും കൊണ്ടതിൽ ബാക്കിയുണ്ട് എങ്കിൽ എനിക്ക് കുറച്ച് ഓഹരി തരൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബിമാര് ആ മീനിന്റെ ഇറച്ചി കൊടുത്തു. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കുകയും ചെയ്തു. അപ്പൊ അനിവാര്യമായ ഘട്ടത്തിലല്ല എങ്കിലും ഒരാൾക്ക് ചത്ത മീനിനെ കഴിക്കാം എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞല്ലോ, ഹുവ തുഹൂറു മാഉഹു അൽ ഹല്ലു മൈതതുഹു, കടലിലെ വെള്ളം അത് തുഹൂറാണ്, ശുദ്ധിയുള്ളതാണ്, അതിലെ ശവങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. ഈ ചരിത്രം കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാല്, ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും വിഭവങ്ങളും ഉണ്ടായ സമയത്തായിരുന്നില്ല അള്ളാഹുന്റെ ദീനിന് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ ഇറങ്ങി പുറപ്പെട്ടത്. ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ടല്ലോ, നമുസ്സുഹാ കമാ യമുസ്സു സബിയ്യു, ഒരു ചെറിയ കുട്ടി ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന പോലെ ആ കാരക്ക ഞങ്ങൾ ഞങ്ങളുടെ വായിൽ വെച്ചിട്ട് അലിയിക്കും. ഫനശ്റബു അലൈഹാ മിനൽ മാ, എന്നിട്ട് അതിന്റെ മീതെ ഞങ്ങൾ വെള്ളം കുടിക്കും. ആ ദിവസങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. ഈ ദീനിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്ത് റിസ്ക് ആണ് എടുത്തിട്ടുള്ളത്, സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത്, നമ്മൾ എന്ത് പരീക്ഷണമാണ് നേരിട്ടിട്ടുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് സമ്മേളനത്തിന് നമ്മൾ പുറപ്പെട്ടു എന്ന് വിചാരിക്കുക, അവിടെ ഭക്ഷണം ഉണ്ട്, നമ്മളോട് മുൻകൂട്ടി അറിയിച്ചിരുന്നു. ആ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോ നമുക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ, എന്താ ഭക്ഷണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, നമുക്ക് ഫുഡൊന്നും കിട്ടിയില്ല. വരുന്ന് പറഞ്ഞ വണ്ടി കുറച്ച് നേരം വൈകി വന്നാല് അവിടെ നമ്മൾ കാണിക്കുന്ന ഒരു അക്ഷമയുണ്ട്. നേരം പറഞ്ഞാല് ആ നേരത്തിന് വരണ്ടേ, അരമണിക്കൂർ വൈകി, ഒരു അരമണിക്കൂർ വൈകി നമ്മളെ കുട്ടികളെ നമ്മളൊന്ന് ഇടങ്ങറാക്കി കഴിഞ്ഞാൽ നമ്മുടെ കോലം മാറുകയാണ്. അപ്പൊ ഈ ദീനിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സഹിച്ചിട്ടുള്ളത്, നമ്മൾ എന്ത് പരീക്ഷണമാണ് നേരിട്ടിട്ടുള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ഈ 300 ആളുകളും നമുക്ക് മോട്ടിവേഷൻ ആകണം, നമുക്ക് പ്രചോദനമാകണം. പ്രിയപ്പെട്ടവരെ, റമദാനിലേക്ക് ഇനി ഒരു മാസം തികച്ചില്ല. നമ്മൾ ഒരുങ്ങുക, മനസ്സുകൊണ്ട് നമ്മൾ ഒരുങ്ങുക ആ മാസത്തെ സ്വീകരിക്കുവാൻ. അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകുന്ന ഔദാര്യവും സമ്മാനവുമാണ് റമദാൻ.
നമ്മള് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഒരു മാസം തികച്ച് റമദാനിലേക്ക് ഇല്ല. അത് ശരിക്കും ഒരു വാമപ്പാണ്. ഷാബാൻ എന്ന് പറഞ്ഞാൽ റമദാനിലേക്കുള്ള ഒരു വാമപ്പാണ് അല്ലെ. ഒരു വാമപ്പ് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പ്ലെയറും അല്ലാത്തവരും തമ്മിൽ മാറ്റുണ്ട്. ഈ ഷാബാൻ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാനുള്ള ഒരു സമയം കൂടിയാണ്. ശരിക്ക് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, നമ്മുടെ തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക, നന്മകളിൽ മുന്നേറാനുള്ള ഒരു മനസ്സുമായിട്ട് റമളാനിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധൃതി കാണിക്കുക, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ ധൃതി കാണിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിനനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. സ്വർഗത്തിനും നരകത്തിനും വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, നരകത്തിന് 7 കവാടങ്ങളും ഉണ്ട്. ചില ദിവസങ്ങളിൽ ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്. തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തിങ്കൾ ദിവസവും വ്യാഴം ദിവസവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നത്. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ശൈഅ. ശിർക്ക് ചെയ്യാത്ത എല്ലാ അടിമകൾക്കും ആ സമയത്ത് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബിന്റെ കാരുണ്യം. അതില് അള്ളാഹു പുറത്തു കൊടുക്കാത്തൊരു ടീമുണ്ട്. ഇല്ലാ റജുലൻ കാനത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന. 2 ആൾക്കാർ, ഓർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അള്ളാഹു മാപ്പ് കൊടുക്കൂല. ഓൻക്കും ഓന്റെ സഹോദരന്റെ ഇടയില് പ്രശ്നങ്ങളാണ്. ഒരു പിണങ്ങി നടക്കുകയാണ്, കണ്ടാ മിണ്ടൂല, സലാം പറയൂല, മുഖത്തോട് മുഖം നോക്കൂല, ചിരിക്കൂല. അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരുണ്ട്, ഓർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അതല്ലാതെ ശിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. മലക്കുകളോട് അള്ളാഹു പറയുന്നതാണ്, അംദിറു ഹാദൈനി ഹത്താ യസ്തലിഹ. നിങ്ങൾ കാത്തിരിക്കുക, ഒരു നന്നാവോന്ന് നോക്കുക, ഒരു പരസ്പരം ഒന്നാകുമോ എന്ന് വെയിറ്റ് ചെയ്യുക, കാത്തു നിൽക്കുക എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ചില ദിവസങ്ങൾക്ക് അങ്ങനെയാണ്, പ്രത്യേകത ഉണ്ട്. ഇപ്പൊ തിങ്കളിന്റെയും വ്യാഴത്തിന്റെയും പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം, ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിക ആദം. ആ വെള്ളിയാഴ്ചയാണ് അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. ആ വെള്ളിയാഴ്ചയാണ് ആദം നബിയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹ. ആ വെള്ളിയാഴ്ച തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പുറത്താക്കപ്പെട്ടിട്ടുള്ളതും. വലാ തഖൂമു സ്സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസമാണ് ഖിയാമത്ത് നാള് നടക്കുകയും ചെയ്യുക. അപ്പൊ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഇപ്പൊ ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. ചില സ്ഥലങ്ങൾക്ക് നമ്മുടെ ദീനിൽ ചില സ്ഥലങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. ചില മാസങ്ങൾക്ക് വേറെ മാസങ്ങൾക്ക് ഇല്ലാത്ത പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഒക്കെ ആരാ നമുക്ക് പറഞ്ഞു തരേണ്ടത്? അത് അള്ളാഹു പറഞ്ഞു തരണം, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. അള്ളാഹും അള്ളാഹുന്റെ റസൂലും പ്രത്യേകത പറയാത്തൊരു ദിവസത്തിന് ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകത കൊടുക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അള്ളാഹും അള്ളാഹുന്റെ റസൂലും പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ച ഒരു മാസത്തിലാണ് നമ്മളുള്ളത്, ഷഅബാൻ. അത് അള്ളാഹുലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസാൻ. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുന്റെ റസൂലെ, ഷഅബാനിൽ നിങ്ങൾ ഒരുപാട് നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഷഅബാൻ മാസത്തിൽ നിങ്ങൾ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാലിക ശഹ്റുൻ യുഗ്ഫലു നാസു അൻഹു
റമദാനിനും റജബിനും ഇടയിൽ ഒരുപാട് ആളുകൾ അശ്രദ്ധയിൽ കഴിയുന്ന ഒരു മാസമാണ് ശഅബാൻ. അള്ളാഹുലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അപ്പോ എന്റെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആയിഷ ബീവി പറയുന്നുണ്ട്, റമദാൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത്, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നത് ശഅബാനിലാണ്. അപ്പോ നമ്മൾ നോമ്പുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് ശഅബാൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റമദാനിലേക്കുള്ള ഒരു പരിശീലനം, റമദാനെ സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കം, ഒരു തയ്യാറെടുപ്പാണ് ശഅബാൻ. ആ ശഅബാൻ ഒരിക്കലും നമ്മൾ മോശമാക്കാൻ പാടില്ല. അപ്പോ നോമ്പുകൾ കൊണ്ട് നമ്മൾ മുന്നേറുക, നന്മകൾ കൊണ്ട് നമ്മൾ മുന്നേറുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു നന്മകളിലും പുണ്യങ്ങളിലും മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.